ഹലോ ഗെയ്സ്, അപ്പോൾ ഞാനിപ്പോൾ കാസർഗോഡ് പോകുന്നുണ്ട്. കാസർഗോഡ് പോയിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു ആവശ്യമുണ്ട്. പിന്നെ അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ട്രാവൽ ചെയ്യുന്ന ബൈപാസ് ആയിട്ടാണ്. ഇന്ന് അത്യാവശ്യം എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. എനിക്ക് പോകാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ കാലിൻ്റെ വേദന ഉണ്ടായതുകൊണ്ട് ഒന്ന് വരുന്ന ഡോക്ടറെ കാണണം. ഡോക്ടറെ കണ്ടിട്ട് പിന്നെ എന്ത് എക്സ്റേ കാര്യങ്ങളോ മറ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നോക്കാം. എടുത്ത് നോക്കാം. ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം, ഒന്ന് ക്യാരവലിൽ പോയി ഞാൻ ബുക്കിംഗ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ മുട്ടുവേദന ഉണ്ട്, അതിനോട് കുറച്ച് സഹായമല്ലോ. അപ്പോൾ അത് ഒന്ന് കാണിച്ചിട്ട് നമുക്കൊരു എക്സ്റേ എല്ലാം എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിപ്പോൾ പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടിയിൽ ക്ലച്ച് ഓട്ടാൻ പറ്റുന്നില്ല, ഭയങ്കര വേദനയാണ്. അപ്പോൾ നമ്മൾ ട്രാവലിംഗ് ബൈ ബസ്സാക്കാന്ന് പറഞ്ഞൊരു ഉദ്ദേശത്തോടെ ഞാൻ ഇറങ്ങുമ്പോൾ പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബ് വന്നിട്ട് വണ്ടി നിർത്തി നമുക്ക് നിങ്ങൾ പേര് പറയപ്പാ നമ്മളെ ശുക്കൂർച്ചുണ്ട്. അപ്പോൾ ഓരോ വണ്ടി നിർത്തിയത്. അപ്പോൾ നമുക്കത് വലിയൊരു ഹെൽപ്ഫുള്ളായി. അപ്പോൾ പിന്നെ അവനിപ്പോൾ കാസർഗോഡ് വിദ്യാനഗറായിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ ഇറങ്ങുന്നുണ്ടോ? ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം, ഫ്രണ്ടിൽ വരാം. അപ്പോൾ കാണാമോ? എടുക്കുക നമുക്ക് ഉഷാറാക്കാന്ന്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കണ്ടില്ലേ, നമ്മൾ ഈ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഏകദേശം ആൾക്കാർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേടാ. ഏത് സോഷ്യലായാലും ഇപ്പോൾ പിന്നെ ഫേസ്ബുക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും പിന്നെ യൂട്യൂബ് പ്ലാറ്റ്ഫോം ആണെങ്കിലും പേഴ്സണലായിട്ട് വെഡ്ഡിങ് പിന്നെ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം ചെയ്യുന്നുണ്ട്. ചെറുക്കളത്തേക്ക് എത്തി. അപ്പോൾ മിഷാൽ പിന്നെ ഇവിടെ അവൻ്റെ പിന്നെ ഫാമിലീൻ്റെ അടുക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പിന്നെ ഇവിടുന്ന് ചെറുക്കളത്തിൽ നിന്ന് പിന്നെ നമുക്ക് ബസ്സിൽ ഞാൻ പറഞ്ഞില്ല ട്രാവലിംഗ് ബൈ ബസ്സായിട്ട് തന്നെ പോവാം ഏതായാലും. അപ്പോൾ നമുക്ക് ഇത് ഓന് ഇടാനുള്ള ഇറക്കിയിൽ കുറച്ച് സംസാരിച്ച് ഞാനും സാറ്റിസ്ഫൈഡായി, അല്ല നീയുമായി. അപ്പോൾ ഓനിപ്പോൾ എൻ്റെ ഡ്രോണിൻ്റെ ചെറിയ എന്തോ ഒരു പരിപാടി കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എന്നാൽ കോൺടാക്ട് നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിളിച്ചെങ്കിൽ നമ്മൾ ഒന്നിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീണ്ടും നമുക്ക് കാണാം അല്ലേ? ഓക്കെ ഒന്നും വേണ്ട കുടിക്കാനേ കാലുമ്പ് ലക്ഷം അത് മാത്രം ബേജാർ. അപ്പോൾ ഇൻഷാ അല്ലാ കാണാം, വീണ്ടും കാണാം. വേണ്ട 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 ഞാൻ അടുത്ത ബസ്സിൽ പോകും. ഓക്കെ, താങ്ക് യു. അപ്പോൾ പുള്ളി വെച്ച് തന്നെ വിടണ. പിന്നെ ഞങ്ങൾക്കിപ്പോൾ ഞാൻ പിന്നെ എടുക്ക് പോകണമല്ലോ, എടുക്കില്ലെങ്കിൽ നമ്മളെ നുള്ളിപ്പാടിക്കെത്തണം. അപ്പോൾ അവനെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. ഞാൻ ബസ്സിൽ പോടാം. ഓക്കെ, താങ്ക് യു. കാണാവാ. അവൻ ചോദിച്ചില്ല, നമുക്ക് സന്തോഷമായി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സമയം നിന്നിട്ട് ഞാൻ പിന്നെ ബസ്സിൽ കയറിയിട്ട് പോയിട്ട് നമുക്കൊന്ന് എന്താക്കണം, ഇല്ലെങ്കിൽ പിന്നെ ഒന്ന് എക്സ്റേ എടുക്കണം. എക്സ്റേ എടുത്തിട്ടായിട്ട് നോക്കണം ഇത് കാര്യം എന്നെല്ലാം നോക്കിയിട്ടായിട്ട് നോക്കട്ടെ. ആദ്യം ഒന്ന് ഹോസ്പിറ്റലിലേക്കെല്ലാം പോകും. ഓക്കെ, ക്യാരവലിൽ വന്നിട്ട് ഡോക്ടറെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് എക്സ്റേ എടുക്കാൻ വേണ്ടി എഴുതി. എക്സ്റേ ഞാനൊന്നും എടുക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എക്സ്റേൻ്റെ അടുത്ത് കുറച്ച് വെയിറ്റിങ്ങിലാണ് ഉള്ളത്. അതൊരു നഴ്സ് പറയും. അപ്പോൾ പിന്നെ അയാൾ പറഞ്ഞ് പിന്നെ വേദന ഇപ്പം കുറച്ചുണ്ടല്ലോ ചെറു എക്സ്റേ ഒന്ന് മസ്റ്റായിട്ട് നമുക്കൊന്ന് എടുക്കാമെന്ന്. അപ്പോൾ രണ്ടും ഒരു ഉദ്ദേശം എക്സ്റേ ഒന്ന് എടുക്കാൻ നോക്കാം. അവിടെ ഇപ്പോൾ കുറച്ച് തിരക്കിലുണ്ട്. അത് കഴിഞ്ഞിട്ട് നോക്കാം അങ്ങനെയുണ്ട് റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഞാൻ പിന്നെ എക്സ്റേ എടുത്തിട്ടുണ്ട്. ബില്ലൊന്ന് പേ ചെയ്തിട്ട് നോക്കാം. നമുക്ക് വന്നിട്ട് പിന്നെ റിപ്പോർട്ടെല്ലാം എങ്ങനെ ഉണ്ടെന്ന് ഡോക്ടറെ കാണിച്ചിട്ട് നോക്കാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ എക്സ്റേൻ്റെ ചാർജ് 450 രൂപ കൊടുത്ത് നമുക്ക് റിപ്പോർട്ട് വാങ്ങിയതിന് ശേഷം ഡോക്ടറെ കാണിക്കാം. ഇപ്പോൾ നമുക്ക് ബില്ലൊന്ന് കാണിച്ചിട്ടാണ് ഇപ്പോൾ പിന്നെ എൻ്റെ റിപ്പോർട്ടൊക്കെ വാങ്ങാൻ വേണ്ടി. ഞാനിപ്പോൾ വെയിറ്റിങ്ങിലാണ്.